നല്ല കാറ്റും കോടമഞ്ഞും കിട്ടുന്ന ആ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. കഷണ്ടിക്കാരുടെ പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് എവിടെയാണ്? വണ്ടിപ്പെരിയാറിലെ മ്ലാമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുത്തെ ഒരു കുരിശുപാറ നമ്മളിത് കാണാൻ പോവാണ്. കുരിശുമല അല്ലേ, നമ്മുടെ ബിനോജോട് പറഞ്ഞത് കുരിശുമലയെന്ന്. അപ്പം ഗ്ലെൻമേരി ഇവിടുന്ന് 10 കിലോമീറ്റർ. ഗ്ലെൻമേരി ഇത് കേൾക്കുമ്പോൾ അറിയാം, വ്യത്യസ്തമായ ഒരു പേര്, പഴയ കാലത്തുള്ളൊരു ടീ എസ്റ്റേറ്റ് ആണ്. അപ്പം ഇവിടുന്നാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. ഏകദേശം ഒരു 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുരിശ് മലയിലെത്തും. അപ്പം പോകെ അതിൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പം ഞാൻ മാത്രമല്ല, ബിനോജ് ചേട്ടനുണ്ട്, പിന്നെ നമ്മുടെ വിഷ്ണു ഉണ്ട്, പിന്നെ മനു ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരോട് ചേർന്ന് ചെറിയൊരു ഡ്രിസ്ലിംഗ് ഒക്കെ ഉണ്ട്. മഴ ഇങ്ങനെ ചാറ്റൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളിപ്പോൾ കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ശരി, പൊളി സ്ഥലം, ഒന്നും പറയാനില്ല. ഈ വഴിയാണ് നമ്മൾ കയറി വന്നത്. നമുക്ക് വണ്ടി അവിടം വരെ ചെല്ലാം. ഇപ്പോൾ ഒരു ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്തില്ല. ഇപ്പോൾ എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഈ കുരിശാണ് 2ാമത്തെ കുരിശ്. ആദ്യം ഒരു കുരിശ് കഴിഞ്ഞിട്ട് ഇങ്ങനെ 14 കുരിശ് കയറിയാലാണ് നമുക്ക് ഇതിൻ്റെ മേളിലെത്താൻ പറ്റുന്നത്. ചേട്ടാ, എത്ര നേരം എടുക്കും നമുക്ക് ഏകദേശം അവിടെ എത്താനായിട്ട്? 1 മണിക്കൂർ എടുക്കും. 1 മണിക്കൂർ എടുക്കും അല്ലേ? ഇത് നമ്മുടെ ബിനോയ് ചേട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആര് വന്നാലും പുള്ളി എല്ലാ സംഭവം ചെയ്തു തരും. പുള്ളിക്ക് വേറെ ജീപ്പുണ്ട്. അപ്പോൾ ജീപ്പ് ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞു. കാര്യം നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവല്ലേ, നേരെ കയറി പോകുന്നില്ലല്ലോ. അപ്പം ജീപ്പ്, അത് കാരണമാണ് നമ്മൾ ജീപ്പ് എടുക്കാഞ്ഞത്. മലയുടെ എൻട്രൻസ് എത്തി. നേരെ പോകുന്നത് ഗ്ലെൻമേരിക്കാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്കുള്ള വഴി നേരെ കയറണം. നമ്മുടെ ബിനോയ് ചേട്ടൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 200-300 മീറ്റർ ഇപ്പം നമ്മൾ നടന്നെത്തി. ഈ വഴി നേരെ കയറി പോകണം. ഇനിയാണ് നമ്മുടെ ഓഫ് റോഡ് പരിപാടി തുടങ്ങുന്നത്. ഈ കാണുന്ന ഈ താഴത്തൂടെ വെള്ളത്തിൻ്റെ ചാല് പോലെ കാണുന്നതൊക്കെ പണ്ടെങ്ങോ ഉരുൾ പൊട്ടിയിട്ടുള്ള എന്നാണ് വിഷ്ണു പറയുന്നത്. അല്ല വിഷ്ണു, ഉരുളൊക്കെ പൊട്ടിയിട്ടുണ്ടല്ലേ ഇവിടെ? പണ്ട് കാലങ്ങളിലൊക്കെ ഉരുൾ പൊട്ടും. ഇപ്പോഴും ചെറിയ രീതിയിലൊക്കെ ഉരുൾ പൊട്ടും. പക്ഷെ അപകടമൊന്നുമില്ല. ഈ നീർച്ചാലുകൾക്ക് തങ്ങി നിൽക്കാൻ പറ്റാതെ മണ്ണും മണ്ണ് ഉൾപ്പെടെ പോകും, വെള്ളമായിട്ട് പോകും. പക്ഷെ അതൊരു കാണാനായിട്ടുള്ളൊരു നല്ല, നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. അതെപ്പോഴാ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഈ മൺസൂൺ സമയത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ നീർച്ചാൽ, ഈ സമയത്ത് ഇവിടെ വന്ന് കാണാൻ വളരെ ഭംഗിയാണ് ഈ കാണുന്നത്. ഓ, ഇതൊക്കെ ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഉപരി നിങ്ങൾ നേരിട്ട് കാണണം. ഈ വളരെ അടുത്താണ്. നമുക്ക് എറണാകുളം, ആലപ്പുഴ, കൊല്ലം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് വളരെ എളുപ്പമാണ്. വരിക, എൻജോയ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ആ ഇടുങ്ങിയ സ്ഥലത്തു നിന്നൊക്കെ കയറി മേളിലോട്ട് വന്ന് ഇവിടെ നല്ല കാറ്റുണ്ട്, നല്ല അടിപൊളി കാറ്റ് തുടങ്ങി. അപ്പം ഈ വിഷ്ണുവൊക്കെ അതിൻ്റെ ജാക്കറ്റൊക്കെ ഊരി, നല്ല തണുപ്പ് തുടങ്ങി പറഞ്ഞ ജാക്കറ്റൊക്കെ ഊരി. അടിപൊളി സ്ഥലം, സൂപ്പർ സ്ഥലം. എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഈ മലയുടെ മണ്ടയില് ഫുള്ളായിട്ട് കയറി തീർന്നിട്ടില്ല. ഏകദേശം ഒരു 75% വന്നിട്ടുള്ളൂ. ഒരു 25% ഉണ്ട്. അത് വലിയ കയറ്റമല്ല, എന്നാലും ഇത്തിരി മേളായിട്ട് കാണാൻ വലിയ കുരിശുണ്ട്. അവിടെ നമുക്ക് പോയാൽ ഫുള്ളായിട്ട് തീരും. ഇപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം മാത്രം നമുക്ക് കാണുന്നത്. അതായത് കുട്ടിക്കാനം, പീരുമേട്, പാമ്പനാർ ഏരിയയാണ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ കാണുന്നത് അങ്ങോട്ട് ഈ ഏരിയ ഒരു 360 വ്യൂ കാണാനായിട്ട് നമുക്ക് മേളിൽ കയറി കഴിഞ്ഞാൽ പറ്റും. ആ മേളിൽ നിൽക്കുന്ന കുരിശ്, ആ ഒരു ലൈൻ പോലെ കാണിക്കുന്നത്, ഞാൻ തൊട്ട് കാണിക്കാം. ആ കുരിശിന്റെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ 360 വ്യൂ കിട്ടുമെന്നാണ് വിഷ്ണു പറയുന്നത്. എന്തൊക്കെ അങ്ങോട്ട് പോയി കാണാൻ പറ്റും. പക്ഷെ ഇതേ നോക്കിയേ, ഈ കോട ഇവിടെ സ്നോ ബെഡ് ഉണ്ടാവുമെന്ന് പറയാം. രാവിലെ വന്ന സ്നോ ബെഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞത് ഇപ്പൊ സ്നോ ഒക്കെ അടിപൊളിയായിട്ട് കയറി വരുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ആ ഭാഗത്തായിട്ട് കുറച്ച് ഫാക്ടറിയും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ അതിന്റെ താഴത്ത് അപ്പുറത്തായിട്ടാണ് നമ്മുടെ ഒരു ടണൽ. ഈ ടണലിന്റെ വീഡിയോസൊക്കെ നമ്മുടെ വിഷ്ണുവിന്റെ യൂട്യൂബ് ചാനലിലുണ്ട്. വിഷ്ണുവിന്റെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ട്രിപ്പ് ആൻഡ് എന്റെ വ്ളോഗ്സ് എന്നാണ്. ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ഈ ഇടുക്കിയിലെ, ഞങ്ങളുടെ ഏരിയയിലെ ഏറ്റവും നല്ല മനോഹരമായ വീഡിയോസ് ഞങ്ങളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഫൈനലി നമ്മൾ ആ സ്ഥലത്തെത്തി. ഇത് ആ കാണുന്നതാണ് വലിയ കുരിശ്. അപ്പോൾ ഇത് 14ാമത്തെ കുരിശ് അല്ലേ ചേട്ടാ? ഇത് 15ാമത്തെ കുരിശെന്നാണ് പറയുന്നത്. ഇവിടെ വന്നപ്പോൾ ആണ് മോനെ ഒരു രക്ഷയില്ലാത്ത കാറ്റ്, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കാറ്റുണ്ടെന്ന്. ഈ കുരിശിൻ്റെ മേളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു 360 വ്യൂ എന്നുകൂടെ പറയാം കിട്ടും. ഓ, അടിപൊളി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറെ സ്ഥലങ്ങൾ കാണാം അല്ലേ വിഷ്ണു? അത് ഞാൻ താഴെ വെച്ച് പറഞ്ഞില്ലായിരുന്നു. അതായത് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ റൗണ്ട് ഫുൾ ഒരു സ്ഥലങ്ങളാണ്. ഒരു 360 വ്യൂ. അതായത് ഇടുക്കി ഹൈ റേഞ്ച് ഫുള്ള് നമുക്ക് സത്യം പറഞ്ഞു. ഹൈ റേഞ്ച് ഏറ്റവും ടോപ്പ് ഏരിയ ആണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ
ഇതിനെക്കാളും ടോപ്പ് ഏരിയ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇവിടുത്തെ ആളാണെങ്കിലും ഞാൻ എന്നാലും പറയും, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുമ്മളിയാണ് ആ ഒരു ഏരിയ. കുമ്മളി എന്ന് പറയുന്നത് കുമളി തന്നെയാണ് കേട്ടോ. നമ്മളൊക്കെ കുമളി എന്ന് പറയുന്നത് കുമളിയാണ് ഇവര് പറയുന്നത്. കുമ്മളി രണ്ട് പേരും ഉച്ചരിക്കാം നമുക്ക്. അപ്പം അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുമ്മളി എന്ന് പറയുന്ന ഒരു ഏരിയ അവിടെയായിട്ടാണ് വരുന്നത്. പക്ഷെ കുമ്മളി നമുക്ക് കാണാൻ പറ്റത്തില്ല. ഒന്ന് ജസ്റ്റ് അങ്ങോട്ട് കാണിക്കും. കുമ്മളി നമുക്ക് ജസ്റ്റ് കാണാനൊന്നും പറ്റത്തില്ല. കുമ്മളി ഏരിയ അവിടെയായിട്ടാണ് വരുന്നത്. അവിടെ തൊട്ടിപ്പുറം വണ്ടിപ്പെരിയാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെയിൻ റോഡ്, അതായത് നമ്മുടെ കേക്ക റോഡ് ആ ഭാഗത്തായിട്ടാണ് അല്ലേ? നമ്മുടെ കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയ പാതയിൽ കൂടെ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ പാമനാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പാമനാറാണ് ആ ഒരു വ്യൂവിൽ കാണുന്നത്. നമുക്ക് പാമനാർ കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ പീരുമേട് കഴിഞ്ഞ് ഇങ്ങോട്ട് കഴിയുമ്പോൾ ഏകദേശം കോടയൊക്കെ കയറി കിടക്കുന്ന ആ സ്ഥലമാണ് നമ്മുടെ കുട്ടിക്കാനം ചെന്ന് കഴിഞ്ഞാൽ കുട്ടിക്കാനം താഴെ കഴിഞ്ഞാൽ മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി ആലപ്പുഴയൊക്കെ പോകാനുള്ള സ്ഥലം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഇങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം കാണുന്നത് തേങ്ങാക്കൽ എന്ന് പറയുന്ന കാണിക്കുന്ന ആ സ്ഥലം. തേങ്ങാക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടുത്തെ ഒരു ഫാക്ടറി ഒക്കെയാണ് നമുക്ക് കാണുന്നത്. ആ തേങ്ങാക്കലിന്റെ ഓപ്പോസിറ്റ് ആ മല എന്ന് പറയുന്നത് കട്ടപ്പനയാണ്. കട്ടപ്പന അതായത് കോട്ടയം കട്ടപ്പന റോഡ് ഉള്ള ആ സ്ഥലങ്ങളാണ് ഏരിയ വരുന്നത്. അവിടുന്ന് ഏകദേശം ആ ഫാക്ടറി ഇങ്ങോട്ട് കാണിച്ച് ആ ഫാക്ടറി അവിടെ ആ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇടുക്കി ചെറുതോടി ആ സ്ഥലങ്ങൾ, ഇടുക്കി ഡാമൊക്കെ അവിടെയായിട്ടാണ് നമുക്ക് സ്ഥിതി ചെയ്യുന്നത്. അത് നമുക്ക് കുറേ മലകൾക്കപ്പുറമാണ്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് പറയാം അവിടെ ആയിട്ടാണ് ഇടുക്കി ഡാം വരുന്നത്. അവിടെ നിന്ന് പിന്നെയും ഇങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇവിടെയൊക്കെ വരുമ്പോൾ മൂന്നാർ ഏരിയ, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ റൗണ്ടിൽ നമുക്ക് കാണുന്നത് അങ്ങോട്ട് കാണുന്ന മൂന്നാർ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരുന്നത് പിന്നെ കുമ്മളി. അതായത് നമ്മുടെ കുമ്മളി കഴിഞ്ഞ് അപ്പുറത്തോട്ട് തമിഴ്നാടാണ് കേട്ടോ, തമിഴ്നാട്. അപ്പം ഈ ഹൈ റേഞ്ച് നമ്മളിവിടെ നിൽക്കുമ്പോൾ ഒരു ഹൈ റേഞ്ച് ആയിട്ടുള്ള ആ ഫുൾ ഏരിയ നമുക്കൊരു ഒറ്റ സ്ഥലത്ത് നിന്ന് റൗണ്ടായിട്ട് കാണാം. അതായത് 360 ഡിഗ്രി റൗണ്ട് ഓഫ് വ്യൂവിൽ നമുക്ക് ആ സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റും. അത്രയ്ക്ക് അതിമനോഹരമായ സ്ഥലമാണ് ഇന്ന് നിങ്ങളുടെ കഷണ്ടിക്കാരൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് വിഷ്ണുവിനോടും നമ്മുടെ വിനോദിനോടും. കാര്യം ഞാൻ ഇവിടെ എത്താനുള്ള കാരണം അവരാണ്. അതുകൊണ്ട് തന്നെ അവരോട് നന്ദി പറയുന്നു. അപ്പം എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഞാൻ പറയുകയാണ്. കാര്യം നമുക്ക് വലിയ ദൂരമൊന്നുമില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താനായിട്ട്. ആലപ്പുഴയാണെങ്കിലും കൊല്ലം, എറണാകുളം, ട്രിവാൻഡ്രം ഭാഗത്തു നിന്നുള്ളവർക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ടെൻറ്റ് ക്യാമ്പിങ് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ നമ്മുടെ ആ വെള്ളച്ചാട്ടം, മ്ലാമല വെള്ളച്ചാട്ടമൊക്കെ പോകാൻ പറ്റും. എന്തൊക്കെയായാലും അടിപൊളി. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും. ഇതിൻ്റെ വീഡിയോസ് 2-3 ആയിട്ടുണ്ട്. അങ്ങനെ എപ്പിസോഡായിട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ.